ഹായ് എവ്രിവൺ, ബിസിനസ് ബസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് DTDCയുടെ ഒരു ഫ്രാഞ്ചൈസി എടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ പലരും മെസ്സേജ് ചെയ്ത് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഒരു കൊറിയർ സർവീസിൻ്റെ ഫ്രാഞ്ചൈസി എടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ മെയിനായിട്ട് എങ്ങനെയാണ് ഈ ഒരു DTDCയുടെ ഫ്രാഞ്ചൈസി എടുക്കുന്നത്, അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ്, അതിൻ്റെ സ്കീം, സ്കോപ്പ് എങ്ങനെയാണ്, ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളും എങ്ങനെയാണ് ഇതിന് അപ്ലൈ ചെയ്യുക എന്നുള്ളതുമാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ DTDCയുടെ കാര്യമാണ് പറയുന്നത്. പക്ഷേ ഇതേപോലെ തന്നെ മറ്റ് കൊറിയർ സർവീസ്, ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ കൊറിയർ സർവീസിൻ്റെ ഫ്രാഞ്ചൈസി എടുക്കാനാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ അതിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്. DTDCയുടെ ഫ്രാഞ്ചൈസി ആവുന്നതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു ലിങ്ക് അവരുടെ വെബ്സൈറ്റിൽ അവർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് ഈ ഒരു പേജ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് അവരുടെ DTDC ഫ്രാഞ്ചൈസി ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് സംസാരിക്കുന്ന പേജ്. അപ്പോൾ ഇതിൽ അവർ പറയുന്നുണ്ട് DTDCയുടെ ഫ്രാഞ്ചൈസി ഫാമിലി ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് കണ്ടിന്യൂസ്ലി ഗ്രോ ചെയ്യുന്ന ഒന്നാണെന്നുള്ളത്. ലാസ്റ്റ് 3 വർഷത്തിനിടയ്ക്ക് തന്നെ DTDC വളരെ ഫിനോമിനൽ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് എക്സ്പാൻഷനാണ് നടത്തിയിട്ടുള്ളത്. അത് ഓരോ വർഷവും കഴിയുന്തോറും 15% വളർച്ച നേടിക്കൊണ്ടിരിക്കുകയാണ്. DTDCയുടെ ഫ്രാഞ്ചൈസി എടുത്തുകൊണ്ട് ഒത്തിരി പേരെ DTDC ലക്ഷാധിപതികളാക്കിയിട്ടുണ്ടെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഇനി നമുക്ക് ഇവരുടെ സ്കീംസിനെ കുറിച്ച് സംസാരിക്കുന്ന പേജ് ഒന്ന് നോക്കാം. ഇതാണ് ഇവരുടെ സ്കീംസിനെ കുറിച്ച് സംസാരിക്കുന്ന പേജ്. അപ്പോൾ നമ്മളൊരു സിംഗിൾ യൂണിറ്റ് ഫ്രാഞ്ചൈസിയാണ് തുടങ്ങാനായിട്ട് താല്പര്യപ്പെടുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഈ ഒരു പേജിലൂടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. എങ്ങനെയാണ് DTDC നമ്മുടെ രാജ്യത്ത് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ട്, അതായത് സിറ്റീസ് ആൻഡ് ടൗൺസിലായിട്ട് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ട് എങ്ങനെയാണ് വേർതിരിക്കുന്നത്, പിന്നെ അതുപോലെ തന്നെ ഓരോ ഫ്രാഞ്ചൈസി ടൈപ്പ്, ഒരു സിറ്റിയിൽ നോർമൽ, സബ്സിഡൈസ്ഡ്, അതുപോലെ തന്നെ റൂറൽ അല്ലെങ്കിൽ സാറ്റലൈറ്റ് ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞിട്ട് പല തരത്തിൽ 3 തരത്തിലായിട്ട് ഫ്രാഞ്ചൈസി ടൈപ്സ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും. ഒരു ഫ്രാഞ്ചൈസീനെ DTDC അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു പേഴ്സൺ, അത് ഹീ ആണെങ്കിലും ഷീ ആണെങ്കിലും, അതായത് ആണായാലും പെണ്ണായാലും, അവർ ഈ ഒരു ബിസിനസ്സിന് സ്യൂട്ടബിൾ ആണോ എന്നുള്ളതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് DTDC ചെയ്യുന്നതാണ്. DTDC ഒരു പെർട്ടിക്കുലർ ഏരിയയിലെ ഫ്രാഞ്ചൈസീസിനെ സെലക്ട് ചെയ്യുന്നത് ആ ഒരു ഏരിയയിൽ എത്രത്തോളം ഡിമാൻഡ് ഉള്ളത് എന്നുള്ളതിനനുസരിച്ചിട്ടാണ്. അതായത് ഒരു മാർക്കറ്റ് പൊട്ടൻഷ്യൽ അവരെപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് പുതിയ ഫ്രാഞ്ചൈസി യൂണിറ്റ്സ് സെറ്റപ്പ് ചെയ്യുന്ന കാര്യമാണ്. ഇനി അതല്ലാതെ നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഫ്രാഞ്ചൈസീസ്, അവർക്ക്, അതായത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അത് മറ്റുള്ളവരെ ഏൽപ്പിക്കാൻ, അതായത് ടേക്ക് ഓവർ ചെയ്യാനായിട്ട് വില്ലിംഗ് ആയിട്ടുള്ള ഫ്രാഞ്ചൈസി യൂണിറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെന്ന് പറയുന്നത് വേറെയാണ്. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഏരിയയിൽ മറ്റ് ഫ്രാഞ്ചൈസി യൂണിറ്റ്സ് ടേക്ക് ഓവർ ചെയ്യാനായിട്ടുള്ള ചാൻസിൽ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻസും DTDC ചെയ്യുന്നതാണ്. ഇങ്ങനെ വരുമ്പോൾ Day 1 തൊട്ട് തന്നെ നിങ്ങൾക്ക് ഫ്രാഞ്ചൈസി യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. താല്പര്യമുള്ള, അതായത് ഒരു ഫ്രാഞ്ചൈസി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് DTDC തന്നെ അവരെ ഗൈഡ് ലൈൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്ത് ഒരു കംപ്ലീറ്റ് ഫ്രാഞ്ചൈസി പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനത്തെ ആ ഒരു രീതിയിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ്, ഫ്രാഞ്ചൈസി ഫീസ് എങ്ങനെയാണ്, റോയൽറ്റി ഫീസ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് 2 തരത്തിൽ നമുക്ക് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. അതായത് കാറ്റഗറി A ഉണ്ട്, കാറ്റഗറി B ഉണ്ട്, കാറ്റഗറി C ഉണ്ട്. അതായത് ഒരു സിംഗിൾ യൂണിറ്റ് ഫ്രാഞ്ചൈസി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാറ്റഗറി Aയിൽ പറയുന്നത് പോലെ 1,50,000 രൂപ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ കാറ്റഗറി B, അതായത് 1 lakh ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന രീതിയിൽ ചെയ്യാം. ഇനി അല്ലെങ്കിൽ കാറ്റഗറി C ₹50,000 ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന രീതിയിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ പറയുന്നത് ഏരിയ റിക്വയർഡ്, അതായത് നമ്മളൊരു DTDC ഫ്രാഞ്ചൈസി തുടങ്ങാൻ താല്പര്യപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഷോപ്പ് അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റ് വരേണ്ടത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. മാത്രമല്ല റോഡിനെ ഫേസ് ചെയ്തിരിക്കുന്ന രീതിയിൽ തന്നെ വേണം എന്നുള്ളതും നിർബന്ധമുണ്ട്. പിന്നെ പെർട്ടിക്കുലർലി ഒരു ഫ്രാഞ്ചൈസ് ഫീസ് ഒന്നും വരുന്നില്ല. സെക്യൂരിറ്റി ഡെപ്പോസിറ്റും അതുപോലെ തന്നെ അത് തുടങ്ങാനുള്ള സെറ്റപ്പ് ഫീ കൂടിയാണ് ചാർജ് ചെയ്യപ്പെടുന്നത്. ഇനി DTDCയുടെ റോയാലിറ്റി ഫീ വരുന്നത് നമ്മുടെ ടേൺ ഓവറിൻ്റെ, അതായത് ആനുവൽ ടേൺ ഓവറിൻ്റെ 10% ആണ്. ഇനി ഇതിൻ്റെ മാർക്കറ്റിംഗ് കോസ്റ്റ് നമ്മുടെ സെയിൽസിൻ്റെ പെർസെൻ്റ് അനുസരിച്ചിട്ടാണ്. അത് കമ്പനി 5% ചെയ്യുന്നതാണ്.
ഇതിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ, അതായത് നമുക്ക് ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വരുന്ന ചിലവ്, ദൈനംദിന ചിലവുകൾ എത്രയാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ കാറ്റഗറി എയിൽ നിങ്ങൾ തുടങ്ങിയ സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ, അതായത് 1,50,000 ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന രീതിയിലാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ അതിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ ഓരോ മാസവും വരുന്നത് 1,00,000 രൂപയാണ്. ഇനി അതല്ല കാറ്റഗറി ബി ആണെന്നുണ്ടെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ വരുന്നത് 50,000 റുപ്പീസാണ്. കാറ്റഗറി സി ആണെന്നുണ്ടെങ്കിൽ അത് 25,000 ആണ് വരുന്നത്. ഇനി ഇതിൻ്റെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് നമ്മൾ 1,00,000 ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുനിന്ന് എത്രയാണ് തിരിച്ച് റിട്ടേൺസ് കിട്ടുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയുടെ 20% നമുക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. ഇനി എത്ര എംപ്ലോയീസ് ആണ് നമ്മുടെ ഓരോ യൂണിറ്റ് റൺ ചെയ്യാനായിട്ട് ആവശ്യം എന്നുള്ളതാണ് പറയുന്നത്. കാറ്റഗറി എയിലുള്ള ഒരു യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ 4 എംപ്ലോയീസിനെയാണ് നമുക്ക് വേണ്ടി വരിക. കാറ്റഗറി ബിയിലുള്ളതിന് 3 എംപ്ലോയീസിനെയാണ് വേണ്ടി വരിക. കാറ്റഗറി സിയിൽ തുടങ്ങിയ ഒന്നാണെന്നുണ്ടെങ്കിൽ 2 എംപ്ലോയീസ് മതിയാവും. ഇനി ഇവിടെ എക്സ്പെക്റ്റഡ് ബ്രേക്ക് ഈവൻ ടൈം കൊടുത്തിട്ടുള്ളത് >20% എന്നുള്ളതാണ്. അത് തെറ്റായിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. സത്യത്തിൽ അത് എത്ര മാസം എന്നുള്ളതാണ് അവിടെ കൊടുക്കേണ്ടിയിരുന്നത്. ഇനി പറയുന്നത് നമ്മളൊരു ഫ്രാഞ്ചൈസ് യൂണിറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ലഭിക്കുന്ന ആവറേജ് ബിസിനസ്, ചുരുങ്ങിയത് അല്ലെങ്കിൽ ഒരു ഏകദേശം എത്ര ബിസിനസ് നമുക്കൊരു മാസം ലഭിക്കും എന്നുള്ള ഒരു കണക്കാണ് പറയുന്നത്. അത് കാറ്റഗറി എയിൽ തുടങ്ങിയ ഒരു സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ 1,50,000 ആണ് പെർ മന്ത് നമ്മൾ കണക്കാക്കുന്ന ഒരു ആവറേജ് ബിസിനസ് എന്ന് പറയുന്നത്. കാറ്റഗറി ബി ആണെന്നുണ്ടെങ്കിൽ അത് 75,000 ആണ് പെർ മന്ത് നമ്മൾ ഒരു ആവറേജ് ബിസിനസ് കാണുന്നത്. കാറ്റഗറി സി ആണെന്നുണ്ടെങ്കിൽ അത് ₹40,000 ആണ് പെർ മന്ത് നമ്മൾ കാണുന്ന ഒരു ആവറേജ് ബിസിനസ് വരുന്നത്. ഇനി ഇതിന് താഴെ ഒരു ഫ്രാഞ്ചൈസ് യൂണിറ്റ് തുടങ്ങുന്നതിൻ്റെ സ്കോപ്പും അതുപോലെ തന്നെ ക്രൈറ്റീരിയാസും പറയുന്നുണ്ട്. ഇനി ഒരു ഫ്രാഞ്ചൈസി ആയി കഴിഞ്ഞാൽ DTDC നിങ്ങളുടെ അടുത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പ്രൈം റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഏൽപ്പിക്കുന്ന പ്രൈം റെസ്പോൺസിബിലിറ്റി, നിങ്ങൾ ചെയ്യേണ്ട പ്രൈം ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒന്ന് ഡെലിവറിയാണ്. അതിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങളാണ് ആദ്യം പേ ചെയ്യുന്നത്. പിന്നെ എന്ന് പറയുന്നത് ബ്രാൻഡിങ് ആണ്. നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പ്രൊമോഷനായിട്ട് നിങ്ങൾ ചെയ്യുന്ന ബ്രാൻഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ മെയിൻ്റനൻസ് ഓഫ് സ്റ്റാഫ്, എത്ര സ്റ്റാഫാണ് നിങ്ങളുടെ സ്ഥാപനത്തിന് ആവശ്യം എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ആ ഒരു സ്റ്റാഫിനെ നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി നിങ്ങൾ DTDC ഫ്രാഞ്ചൈസി ആയിട്ട് കൺസിഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വരുന്ന കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അതിൽ പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് നിങ്ങളുടെ ഒരു ഫുൾ ടൈം ബിസിനസ്സായിട്ട് ഇത് കാണണം എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് പറയുന്നത് നിങ്ങളുടെ ഓഫീസ്, നിങ്ങൾ പ്രവർത്തിക്കുന്ന ഈ ഒരു സ്ഥാപനം അതിന് ഗുഡ് ഫ്രണ്ടേജ് കിട്ടണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു സ്ഥാപനത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള സൈനേജ്, ബോർഡ്സ്, കാര്യങ്ങളെല്ലാം കസ്റ്റമേഴ്സിലേക്ക് എത്തുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം എന്നുള്ളതും DTDCക്ക് നിർബന്ധമുണ്ട്. പിന്നെ കമ്പനിയുടെ ലോസും കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യണം, അതിന് വില്ലിങ്നെസ് ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങളുടെ സ്ഥാപനത്തിലുള്ള മാൻ പവർ, അതായത് സ്റ്റാഫിൻ്റെ, ഓഫീസ് എക്യുപ്മെൻറ്റിൻ്റെ, കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റിൻ്റെ ഇതെല്ലാം പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനുള്ള അറിവ്, അതിൻ്റെ കാര്യക്ഷമതയും നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് മറ്റൊരു ക്രൈറ്റീരിയ. ഇതിൻ്റെ ബെനിഫിറ്റ്സ് പേജ് നോക്കിക്കഴിഞ്ഞാൽ അവർ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു DTDC ഫ്രാഞ്ചൈസി എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്നുള്ളത്. ഈ ഒരു ഫ്രാഞ്ചൈസിയുടെ സ്കോപ്പ് ആൻഡ് സെലക്ഷൻ, അത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്പോയിൻമെൻറ്റ് പോളിസി എന്നുള്ളത് അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഒരു ഫ്രാഞ്ചൈസി എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഗോ ത്രൂ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളത്. ഇനി ഇവിടെ DTDCയുടെ പാർട്ട്ണർ ആവാനായിട്ടുള്ള ഒരു പേജ് ലിങ്ക് ഉണ്ട്. dtdc.in/partnerwithus.asp എന്നുള്ളതാണ് ഈ ഒരു ലിങ്കിൻ്റെ URL വരുന്നത്. ഇതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതിൽ ഫ്രാഞ്ചൈസി ആവാനായിട്ട് നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നല്ലെങ്കിൽ മോഡൽ ഫ്രാഞ്ചൈസി ആവാം, അല്ലെങ്കിൽ എൻ്റർപ്രൈസ് ഫ്രാഞ്ചൈസി ആവാം, അല്ലാന്നുണ്ടെങ്കിൽ ഡെലിവറി ഫ്രാഞ്ചൈസി മാത്രമാവാം. അപ്പോൾ ഒരു മോഡൽ ഫ്രാഞ്ചൈസി എന്ന് വെച്ചാൽ എന്താണെന്ന് ആദ്യം പറയാം. ഒരു പെർട്ടിക്കുലർ പിൻകോഡിൻ്റെ കംപ്ലീറ്റ് ബിസിനസ് ഡെവലപ്മെൻ്റ് ആണ് നിങ്ങളുടെ ഈ ഒരു ഉത്തരവാദിത്തം വരിക. മോഡൽ ഫ്രാഞ്ചൈസി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചുറ്റുഭാഗത്തെ കംപ്ലീറ്റ് പ്രൊഡക്റ്റ് പിക്കപ്പ്, അതായത് ബുക്കിങ്സും അതുപോലെ തന്നെ ഡെലിവറിയുടെയും ഉത്തരവാദിത്തം നിങ്ങളുടെ മേലായിരിക്കും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ എൻ്റർപ്രൈസ് ഫ്രാഞ്ചൈസി എടുക്കാം. ഇതെന്ന് പറയുന്നത് ബിസിനസ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ക്ലയൻസിൻ്റെ മാത്രം ബിസിനസ് എടുക്കുക എന്നുള്ളതാണ്. അതായത് ബുക്കിങ്സ് അല്ലെങ്കിൽ ഡെലിവറീസ് എടുക്കുക എന്നുള്ളതാണ്. ആ ഒരു കാര്യം മാത്രമാണ് ഇതിനകത്ത് നിങ്ങളുടെ ഉത്തരവാദിത്തം വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഇൻഡസ്ട്രിയുടെ ഒക്കെ ചുറ്റുഭാഗത്താണ് നിങ്ങൾ ഈ ഒരു ഫ്രാഞ്ചൈസി തുടങ്ങാൻ താല്പര്യപ്പെടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതായിരിക്കും കൂടുതൽ ഉപകാരപ്പെടുക. കാരണം ബൾക്കായിട്ടുള്ള ഓർഡേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനൊരു ഇൻഡസ്ട്രി ഉണ്ട് നിങ്ങളുടെ ഈ ഒരു ഏരിയയിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെലിവറി ഫ്രാഞ്ചൈസി എടുക്കാം. അതായത് ഒരു പെർട്ടിക്കുലർ ബ്രാഞ്ചിൽ നിന്ന്, DTDCയുടെ ഒരു പെർട്ടിക്കുലർ ബ്രാഞ്ചിൽ നിന്ന്
കൺസൈൻമെൻറ്റ്സ് കളക്ട് ചെയ്തതിന് ശേഷം അത് അൾട്ടിമേറ്റ്ലി കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ക്ലയൻസിന് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ നിങ്ങളുടെ ഡ്യൂട്ടി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബുക്കിംഗ്സ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല, ഡെലിവറി മാത്രം നോക്കിയാൽ മതിയാവും. അപ്പോൾ ഈ ഒരു പേജിന് താഴെയായിട്ടൊരു ഫോം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു ഫ്രാഞ്ചൈസി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ നെയിം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ID ഇവിടെ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഒരു OTP വരുന്നതാണ്. ഇനി അതിനുശേഷം നിങ്ങളുടെ അഡ്രസ്സ് ഇവിടെ നൽകാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ പിൻകോഡ് എൻ്റർ ചെയ്ത് കൊടുക്കാം, സിറ്റി എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇനി ഏത് തരത്തിലുള്ള ഫ്രാഞ്ചൈസിയാണ് നിങ്ങൾക്ക് തുടങ്ങാൻ താല്പര്യം എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഓർഗനൈസേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റെഡ് ആസ്ട്രിക് അല്ലെങ്കിൽ ഒരു റെഡ് സ്റ്റാറുള്ള ഫീൽഡ്സ് മാത്രമേ നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് ഫില്ല് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ നിങ്ങളുടെ പ്രൊപ്പറേറ്റർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അത് അടിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, കമ്പനി ആണെങ്കിൽ അത് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം. ശേഷം നിങ്ങളുടെ ഏരിയാസ്, അതായത് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷൻ, നിങ്ങളുടെ പെർട്ടിക്കുലർ ലൊക്കേഷൻ്റെ അല്ലെങ്കിൽ ട്രേഡ് മാർക്കിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത്. ഇനി അതിനുശേഷം നിങ്ങളുടെ ചുറ്റുഭാഗത്ത് ഏതെങ്കിലും ഇൻഡസ്ട്രീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണൽ ആയിട്ടുള്ള ഫീൽഡ്സ് ആണ്, ഇനിയുള്ളതെല്ലാം. ഇനി FR എൻക്വയറി മാത്രമേ ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഫീൽഡ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എക്സ്പെക്റ്റഡ് ബിസിനസ് പെർ മന്ത്, അതായത് ഒരു മാസം നിങ്ങൾ എത്ര ബിസിനസ്സാണ് പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ മെയിൻ കോമ്പറ്റീറ്റേഴ്സ്, നിങ്ങളുടെ ഏരിയയിലുള്ള മെയിൻ കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണെന്ന് വെച്ചാൽ അവരുടെ നിങ്ങൾക്ക് ഇവിടുന്ന് ഈ ഒരു കോംബോ ബോക്സിൽ നിന്ന് സെലക്ട് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഇതും ഒരു മാൻഡേറ്ററി ഓപ്ഷൻ അല്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതിയാവും. ഇനി അതിനുശേഷം നമ്മളിവിടെ FR എൻക്വയറി എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് നമ്മുടെ ഡൗട്ട്സ് ചോദിക്കാവുന്നതാണ്. ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഫ്രാഞ്ചൈസി തുടങ്ങാനുള്ള താല്പര്യം അറിയിക്കാവുന്നതാണ്. അതിനുശേഷം ഇത് സബ്മിറ്റ് ചെയ്ത് കൊടുക്കാൻ നമ്മുടെ ഈ ഒരു ഫോം അവർ ഗോ ത്രൂ ചെയ്തതിന് ശേഷം അതിൻ്റെ സ്റ്റാറ്റസ് നമ്മളെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കൂടുതൽ നല്ല വീഡിയോസിനായിട്ട് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യുക.